വിശപ്പിൻ്റെ ആഘാതം കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ കഴിച്ച ഫുഡൊക്കെ അങ്ങ് ശരിക്ക് ബോധിച്ചു. അല്ല ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ലാസ്റ്റ് ആഗ്രഹിച്ചൊരു യാത്ര പോയില്ലേ, ആ യാത്രയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. അങ്ങനെ ദേ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നത്, ഫുഡ് അടിക്കല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നേരെ ഡോക്ടറെ കാണാനല്ല, ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ചെന്നിരുന്ന് എനിക്ക് തോന്നുന്നു ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കയറിയത്. കാരണം ഞാൻ വലുതായല്ലോ. സോ പാരൻസ് ആരെങ്കിലും കൂടെ വരേണ്ട ആവശ്യമില്ല. ഒരു കുഞ്ഞു ചെക്കപ്പ് ആയതുകൊണ്ടാട്ടോ ഞാൻ ഒറ്റയ്ക്ക് കയറിയത്. പിന്നെ കയറിയപ്പോൾ അമ്മ ഉണ്ടായിരുന്നു. ജസ്റ്റ് ലെറ്റേഴ്സ് റീഡിങ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ പ്ലേ ഏരിയയിൽ പോയി കളിച്ചു. 10-15 വയസ്സായെങ്കിലും നമ്മുടെ ഉള്ളിലെ കുട്ടി ഉണരുമ്പോൾ നമ്മൾ അതിനെ പൊത്തി പൊത്തി വെക്കരുത്. അത് വളരെ മോശമാണ്. അങ്ങനെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഡോക്ടറെയും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മെയിൻ ടാസ്കിലോട്ട് കടന്നു. ഇതും മെയിൻ ടാസ്ക്കാണ്, അതും മെയിൻ ടാസ്ക്കാണ്, എല്ലാം മെയിൻ ടാസ്ക്കാണ്. പോയതൊക്കെ മെയിൻ ടാസ്ക്കാണ് കേട്ടോ. സംഗതി ഞാൻ കണ്ണട നോക്കാൻ പോയതാണ്. ഞാൻ കണ്ണട ചൂസ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. പക്ഷേ ദ മെയിൻ പാർട്ട് ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് വാസ് സ്റ്റാനിമുക്ക് കണ്ണട ചൂസ് ചെയ്യൽ. ആക്ച്വലി അവൾ ലൈഫിൽ ഫോർ ദ ഫസ്റ്റ് ടൈമാണ് കണ്ണട വെക്കാൻ പോകുന്നത്. ഒരു ഷോർട്ട് സൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് പുള്ളിക്കാരത്തി കണ്ണട വെക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ കണ്ണിൽ കുറച്ച് ചൊറിച്ചിൽ വേദനയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പിന്നെ കൊണ്ടുവന്ന് കാണിച്ചത്. ആൻഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ കണ്ണട വെച്ചിട്ട് വലിയ അപാകത കാര്യങ്ങളൊന്നും തന്നെ തോന്നിയില്ല. പിന്നെ അവൾക്ക് സ്യൂട്ടായ കണ്ണട കിട്ടുകയും ചെയ്തു. അത് തന്നെ വലിയ ഭാഗ്യം. പിന്നെ സ്റ്റ്യൂഡിനോട് വലിയ റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ കംപ്ലീറ്റ്ലി കുരുത്തക്കേടൊക്കെ കാണിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ഈ ക്ലിപ്പൊന്നും ഞാനല്ല എടുക്കണത്, കാരണം എനിക്ക് കണ്ണ് കാണില്ലായിരുന്നു. എനിക്ക് സ്റ്റാൻഡിംഗ് ബുക്കും ഐ ഡ്രോപ്സ് കണ്ണിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഐ ഡ്രോപ്സ് വാസ് ദ വേഴ്സ്റ്റ്. കണ്ണ് കാണൂല, നമുക്ക് ബ്ലറാ, കംപ്ലീറ്റ് ബ്ലറാ. ഈ ക്ലിപ്പൊന്നും ഞാൻ എങ്ങനെയാണ് ഇത്ര വൃത്തിക്കെടുത്തതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. പിന്നെ ഒരു വൃത്തികെട്ട പോർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഐ ഡ്രോപ്സ് ഇട്ട് കഴിഞ്ഞാൽ വെയിലത്തിറങ്ങാൻ മെനക്കേടാണ്. നമ്മുടെ കണ്ണിൽ ഇങ്ങനെ ഈ തല കറങ്ങാൻ നേരത്തൊക്കെ ലൈറ്റ് അടിക്കുമ്പോൾ ഒരു വൃത്തികെട്ടൊരു എഫക്റ്റ് ഇല്ലേ, സംഗതി സെയിം സാധനമാണ്. ഒരു ഡിഫറൻസും ഇല്ല. നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പൊത്തി പിടിച്ചാൽ നടന്നേച്ചാൽ. പിന്നെ എങ്ങനെയൊക്കെയാണ് ഒരു കണക്കിന് വീട്ടിലെത്തിയത്. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.